കുട്ടമ്പള വന്നിരിക്കുന്നു. എന്റെ അപ്പൂപ്പ എന്റെ മാമൻ എവിടെ പുറത്ത് ഊഞ്ഞാലേ പോയി അമ്മ വിളിച്ചോളാം പടാ. അയ്യോ ഞാൻ അങ്ങനെ കളിക്ക് എന്തെല്ലാം പറഞ്ഞു എനിക്ക് പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്നൊന്നും പറയുന്നില്ല. പണ്ട് അങ്ങനെ ഒഴിഞ്ഞു വിട്ടേക്കല്ലേ. എവിടെ അച്ഛനെവിടെ? പുറത്ത് ഞാൻ നോക്കിയപ്പോഴേ അവൻ ഞാൻ വായില്ലാക്കുന്നില്ല ഇരിക്കുന്നു. ഞാൻ അവിടെ പറഞ്ഞ കാര്യമൊക്കെ അവിടെ കഴിഞ്ഞ് ഇന്നൊന്നും എൻ്റെ അപ്പനടുത്ത് പറഞ്ഞു കൊടുക്കരുത്, എൻ്റെ അച്ഛനടുത്തൊന്നും പറഞ്ഞു കൊടുക്കരുത്. അപ്പൂപ്പൻ്റെ മോള് വാ. അപ്പൂപ്പ വന്നിട്ട് കുറച്ച് നേരമായി മോള്. അപ്പൂപ്പന് ഇവിടെ അടുത്ത് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു മോളെ. പിന്നെ നമുക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ, അപ്പൂപ്പനും വയ്യ. ആ മോളെന്തോ കഴിച്ചു? അപ്പൂപ്പൻ ഇഡ്ഡലി കഴിച്ചു. ആ മോളെ നേഴ്സറിലൊക്കെ പോകുന്നുണ്ടോ? അച്ഛാ അച്ഛൻ എങ്ങനെ വന്നു? എന്തിനു വന്നെന്നാണോ എങ്ങനെ വന്നെന്നാണോ? അല്ല എങ്ങനെ വന്നെന്നാണെങ്കിൽ സാധാരണ വരുന്ന പോലെ വന്നത്. മാമൻ വരാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരൊറ്റ വരവാണ്, തിരിഞ്ഞു പിരിഞ്ഞു നോക്കൂല. വരാൻ തീരുമാനിച്ചൊന്നും അല്ലടാ, വരേണ്ടി വന്നു. അല്ലച്ചാ അച്ഛൻ എന്താ ഒന്ന് വിളിക്കാണ്ട് വന്നേ? വിളിച്ചൂടായിരുന്നു വന്ന്? വിളിക്കാതെ വന്നതുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റി. വിളിച്ചിട്ട് വന്നെങ്കിലേ ആരെയും കാണാൻ പറ്റത്തില്ലായിരുന്നു. വാച്ചാ അകത്തോട്ടിരിക്കാം വാ. ഇവിടെ വരാൻ അറിയാമെങ്കിൽ അകത്തോട്ട് വരാനും അറിയാം. എന്താ 3 മിണ്ടാ നിൽക്കുന്നത്? നിങ്ങൾ 3 പേരെ കാര്യമാണ് ചോദിച്ചത്. ഒന്നുമില്ല പൂപ്പ. നീ ഇവിടെയൊക്കെ തന്നെയാണോ? അങ്ങോട്ടൊക്കെ പോകുന്നില്ലേ? അല്ല സിദ്ധു പറഞ്ഞു ഇവിടെ നിന്നോളാൻ. അപ്പൊ കുഴിപ്പള്ളത്തൊന്നും പോകാറേ ഇല്ലേ? പോറുണ്ട്, എല്ലാ ആഴ്ചയും പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരും. ചുമ്മാ പോത്തുള്ളൂ. ഇത്തിരി പ്രായമുള്ളവരെ കാണാൻ വരാൻ ആർക്കും താല്പര്യമൊന്നും ഇല്ലല്ലോ. മോള് വാ. എന്താ അപ്പൂപ്പൻ ഇങ്ങനെ ഇത്ര സീരിയസ് ആയിട്ട് നമ്മുടെ അടുത്ത് അപ്പൂപ്പനൊരിക്കലും സംസാരിച്ചിട്ടില്ലല്ലോ. ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ കാണണേ, ഒരു ടെൻഷൻ പോലെ. അതിന്റെ അച്ഛൻ അർത്ഥം വെച്ച് സംസാരിക്കണേ. മുമ്പ് എൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും. അല്ല ഇതിപ്പോ അടുത്തായിട്ട് നമ്മള് വിളിയും പോക്കൊന്നും ഇല്ലല്ലോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഞാൻ പറയില്ല ഇടയ്ക്കിടയ്ക്ക് വിളിക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പൊ നിങ്ങളല്ലേ ഒരുമാതിരി കുഴപ്പമുള്ളത് അനുഭവിച്ചോ? അതെ, ഞാൻ അപ്പൂപ്പൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. എന്തിന്? ഞാനും കൂടി പോയിട്ട് സോപ്പിട്ടിട്ട് വരാം. അമ്മ അപ്പൂപ്പൻ ചോദിക്കുകയാണെങ്കിൽ പറയണോട്ടാ, ഞാൻ കുഴിപ്പള്ളത്തൊക്കെ പോവാറുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടെന്ന്. ഞാൻ വിചാരിച്ചത് സന്യാസി വന്നിരിക്കുന്നു. പിന്നൊരു കാര്യം, ഒരു കാരണവശാലും എന്നെ ഇടിച്ചു തഴിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഓവർ സ്മാർട്ട് ആവേണ്ടിരുന്നാ മതി. വാങ്ങിക്കോട്ടെ. മോള് നഴ്സറിയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? മോക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടോ? കമ്പനി അടിക്കാൻ അവള് ബെസ്റ്റ് അല്ലേ അപ്പൂപ്പ? നീ കമ്പനി പോകുന്നുണ്ടോ? ഞാൻ പോകാറുണ്ട് അപ്പൂപ്പ. നല്ല തിരക്കാണല്ലേ? ലേശം. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ നമ്മുടെ അടുത്തുള്ള ആ മാധവ പണിക്കര് പറഞ്ഞു, നീ ഒരു ബൈക്കിൽ ഇങ്ങനെ ചെത്തി പാഴൂരമ്പലത്തിന് മുമ്പിൽ കൂടെ പോകുന്നെന്ന്. നിന്റെ ഈ മുടി കണ്ടിട്ട് അയാൾ തന്നെ മനസ്സിലാക്കിയത്. ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം പറഞ്ഞിട്ടില്ല. അല്ല ബൈക്കിൽ പോകുമ്പോഴേ സേഫ്റ്റിക്ക് ഹെൽമെറ്റ് വയ്ക്കണ്ടേ? അതിന് പോലീസുകാരെ കൺഫ്യൂഷൻ ആക്കും. ദൂരെ നിന്ന് വരുമ്പോൾ ഇവൻ്റെ ചപ്പറത്തറ കൂടിയാണ് ഹെൽമെറ്റ് എന്ന് വിചാരിക്കും. പാസ് ചെയ്ത് പോകുമ്പോൾ അറിയാൻ മുടിയെന്ന്. എന്താണ് അവന്മാരെ വരാനാണെന്ന് പറയാൻ പറ്റില്ല കേട്ടാ. അതല്ല അപ്പൂപ്പ, അങ്ങോട്ടേ ഒരു ബാങ്കിന്റെ അത്യാവശ്യമായിട്ട് അവിടുത്തെ ബ്രാഞ്ചിലോട്ട് ഞാൻ വന്നതാ. അപ്പൊ എനിക്ക് സമയം കിട്ടിയ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ബാങ്കില് അല്ല ആണ്. അപ്പൊ അത് കാരണം കയറാൻ സമയം കിട്ടിയില്ല. തിരക്കൊക്കെ നല്ലതാ. അച്ഛാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കമ്പനിയിൽ ഇപ്പൊ പ്രൊമോഷൻ ആയല്ലോ, മാനേജറാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര തിരക്കാ. ഇപ്പൊ കമ്പനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തിരിയാൻ സമയം കിട്ടുന്നില്ല. പിന്നെ അച്ഛൻ്റെ അറിയാലോ, ഒരു ഞായറാഴ്ച കിട്ടിയാ ഇവിടെ ഒരു തൂത്തും അതിന് പണിയുണ്ടാവും. ഞാൻ പിന്നെ അടുക്കളയിൽ അമ്മനെ സഹായിക്കാനൊക്കെ കയറാറുണ്ട്. ഫുൾ ടൈം അടുക്കളയിൽ തന്നെയാ. വലിയ കാര്യമൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെ അടുക്കളയിൽ തന്നെ കഴിഞ്ഞാൽ മതിയോ? അല്ലൊക്കെ പഠിച്ചൊരു ജോലിയൊക്കെ സമ്പാദിക്കാൻ നോക്ക്. നമുക്ക് പിന്നെ അടുക്കളയിൽ കയറാം സൗകര്യം പോലെ. മാമ ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ലക്ഷ്യം ദിവസം വഴങ്ങി. എന്തിന്? ഞാൻ എപ്പോഴും പറയാം അടുക്കള കയറി അമ്മയെ സഹായിക്കുക, എപ്പോഴും നിൽക്കാതെ വല്ല ബുക്ക് എടുത്ത് വെച്ച് വായിക്കുക, ടെസ്റ്റ് എഴുതാൻ പറയും. ജോലി കിട്ടണ്ടേ, ജീവിക്കണ്ടേ? അപ്പൂപ്പോ സത്യം പറഞ്ഞാലേ നമ്മള് കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അവിടെ വന്ന് നിൽക്കാൻ വേണ്ടി നീ ഇവിടെ തന്നെയാണ് ഇരുന്നോടാ. ചമ്മി എടാ, നിനക്ക് മാമൻ്റെ ഹ്യൂമർസിൽ അറിഞ്ഞോളാം. മാമ കൃഷിയൊക്കെ എങ്ങനെ? കൃഷി ചിലപ്പോൾ നന്നാകും, ചിലപ്പോൾ മോശമാകും. അതൊക്കെ സാധാരണ. ഞാൻ ഇടയ്ക്ക് നെയ്യാറ്റിങ്ങനെ പോയിരുന്നു, കൂടെ എവിടെ ഉണ്ടായിരുന്നു. എവിടെ നിർബന്ധിച്ചാണ് പോയതേ. അവിടെ പറമ്പ് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഒന്ന് കൈ വെച്ചാൽ ശരിയായനെ. എങ്ങനെ? ഇത് കൈ വെച്ചാൽ ശരിയായനെന്ന്. ആര് കൈ വെച്ചാൽ? അല്ല പണിക്കാരെ അവിടെ നല്ല തൂമ്പയൊന്നും ഇല്ല. അവിടെ തൂമ്പ അവിടെ പടവലത്ത് നല്ല തൂമ്പൊക്കെ ഉണ്ടാ.
ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, മാമന് പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ എനിക്ക് പ്രയോജനമില്ലെന്നാണോ നീ പറയുന്നത്? മാമ ആ എന്നാലും മാമ ഇങ്ങോട്ട് വന്ന് നന്നായി, സന്തോഷമായി മാമ. ആ വിളിക്കേണ്ടവർ വിളിച്ചാൽ വരും. അച്ഛാ ഡ്രസ്സൊക്കെ മാറും, വാ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. എന്തിനാ ഡ്രസ്സ് മാറുന്നത്? ഞാനങ്ങ് പോവുക. ആര് പോണ്? എവിടെ പോണ്? ഇന്ന് അപ്പൂപ്പനൊന്നും പോണ്ട. അത്രേ ഉള്ളൂ. അപ്പൂപ്പനൊന്നും പോല അപ്പൂപ്പ. മാമന്റെ ശരിയണ്ട, മോൻ പോകുമ്പോൾ എവിടത്തെല്ലാം കാണും. മാമീരെ മുട്ടുവനെ കുറവുണ്ടോ? അതങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ചാവയെല്ലാം കട്ടിൽ ഒഴിയില്ലെന്ന് പറഞ്ഞാൽ ഇതോടെ മുട്ടുവനെ കുറയണില്ലെന്ന് പറയും. വേറെ ഉദ്ദേശമില്ല, മാമി കിടപ്പിലൊന്നുമില്ലല്ലോ, വേറെ ഉദ്ദേശമില്ല. മുട്ടുവനെ പോകത്തിന് വിഷം കൊണ്ട് പറയുന്നേ ഉള്ളൂ. അച്ഛാ അവിടുത്തെ അവസ്ഥ എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, അച്ഛനെ അവിടുത്തെ ജോലിക്കാരെ ഏൽപ്പിച്ചൂടെ കുറച്ച് ദിവസം കൃഷിയൊക്കെ? അണ്ട് ഇവിടെ വന്ന് നിൽക്കുക കുറച്ചാള്. ദൈവമേ ഇതൊന്നും ആലോ എന്തിനാണ് അങ്ങനെ ദൈവത്തെ വിളിക്കുന്നത്? ദൈവമേ വന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നത്. ദൈവമേ വരണേ, മാമൻ വരണേ, വന്ന് നിൽക്കണേ എന്നാണ് ഉദ്ദേശിച്ചത്. ആ അങ്ങനെ പെട്ടെന്ന് കൃഷി ആരെയെങ്കിലും കേൾപ്പിച്ചിട്ട് വരാൻ നോക്കൂ. എൻ്റെ പൊന്നാമ എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വരുന്നതിൻ്റെ ഒരു കാര്യം നടക്കൂല. വരേണ്ട സമയത്ത് വരണം, പോകേണ്ട സമയത്ത് പോകണം. വീട്ടിൽ പോകേണ്ട സമയത്ത് പോകണമെന്ന്, വീട്ടിൽ പോകേണ്ട സമയത്ത് പോകണമെന്ന്. ആ എല്ലാവർക്കും പറയാൻ എളുപ്പമോ, ഓരോരുത്തരുടെ അവസ്ഥ അവനവനെ അറിയൂ. അതാമ എല്ലാവർക്കും ഓരോരോ അവസ്ഥകളുണ്ട്, അത് അവനെന്നെ അറിയും. ഞാനും കൂടി ചെല്ലട്ടെ. എൻ്റെ അമ്മ മുടിയൻ്റെ റൂമിലാണ് പോണത്. എൻ്റെ അച്ഛൻ ശ്വാസം കൊണ്ട് ചാവുന്നു. ഞാനേ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ അടുക്കളട്ടോട്ടെ. ലച്ചുവാ വാ. ഇവിടെ ഞാനും പറഞ്ഞേ, എന്തിന്? എൻ്റെ അപ്പൊ ഇൻഫെക്ഷൻ വല്ല നോക്കണം, അവൻ്റെ കട്ടിലെ മേശയിൽ കയറി ഇരിക്കണമെന്ന് പറ.